ഹായ് ഫ്രണ്ട്സ്, കരിയർ അപ്ഡേറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സാധാരണയായി ഞാൻ വീഡിയോ ചെയ്യുന്നത് ഭാവിയിൽ വരുന്ന വേക്കൻസിയെ പറ്റിയും അത് അപ്ലൈ ചെയ്യേണ്ടതിനെ പറ്റിയും അതിൻ്റെ എക്സാമിനേഷൻ പാറ്റേൺ പറ്റിയാണ്. എന്നാൽ ഇന്ന് വേറൊരു വീഡിയോ ചെയ്യുകയാണ്. കാരണം എൻ്റെ വീഡിയോ കേൾക്കുന്ന പലരും എന്നോട് സംസാരിച്ചത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇതിനോടൊന്നും പ്രത്യേകിച്ച് താല്പര്യങ്ങളില്ല. പ്രത്യേകിച്ച് ഗവൺമെന്റ് സർവീസ് ജോലി നേടുന്നതിന് ഏതാണ്ട് 1-2 വർഷത്തെ തയ്യാറെടുപ്പിന്റെ ആവശ്യമുണ്ട്. അതിൽ ഇവർക്ക് താല്പര്യമില്ല എന്ന് പോകാം. അതിന് പ്രധാനമായും 2 കാരണങ്ങളാണ് പറയുന്നത്. ഒന്ന്, അവർ ക്യാമ്പസിൽ വെച്ച് തന്നെ അവർക്ക് സെലക്ഷൻ ലഭിക്കുന്നു. ഏതാണ്ട് 20-21 വയസ്സാകുമ്പോൾ തന്നെ ഒരു 10-25,000 രൂപയേ ഉള്ളൂ എങ്കിലും അങ്ങനെ ഒരു ജോലി ലഭിക്കുമ്പോൾ അവർ നേരിട്ട് അവിടേക്ക് ചെല്ലുന്നു. അതായത് വലിയ ബുദ്ധിമുട്ടൊന്നും കൂടാതെ ഒരു ജോലി ലഭിക്കുന്നു എന്ന് വാസ്തവം. രണ്ടാമത്തത്, ഗവൺമെന്റ് സർവീസിനെ പറ്റി അവർക്കുള്ള അജ്ഞത. അത് നമ്മൾ ഈ എപ്പിസോഡിൽ കൂടി കവർ ചെയ്തുകൊണ്ട് പോകും. മൂന്നാമത്തത്, ഏറ്റവും പ്രധാനപ്പെട്ടതും, ഇപ്പോൾ നമ്മുടെ എല്ലാം കുഞ്ഞുങ്ങളുടെ ആഗ്രഹവും ഉദ്ദേശവും ഒക്കെ എങ്ങനെയെങ്കിലും വിദേശത്ത് പോയി ജോലി സമ്പാദിക്കണമെന്നും പഠിക്കണമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പലരും എന്നോട് സംസാരിച്ചത് വിദേശ വിദ്യാഭ്യാസത്തിലെയും വിദേശത്ത് പോകുന്നതിനെ പറ്റിയും ഒരു വീഡിയോ ചെയ്യുമോ എന്നുള്ള അന്വേഷണത്തിന്റെ ഫലമായിട്ടാണ് ഞാൻ ഇന്ന് വീഡിയോയുമായി വരുന്നത്. അതുകൊണ്ട് ഇന്ന് പറയുന്നത് മുഴുവനും വിദേശ വിദ്യാഭ്യാസത്തെ പറ്റിയായിരിക്കും. അതുകൊണ്ട് നിർബന്ധമായും മാതാപിതാക്കളും കുഞ്ഞുങ്ങളും ഈ വീഡിയോ മുഴുവൻ കാണുവാൻ ശ്രദ്ധിക്കുക. വിദേശ പഠനത്തെ പറ്റി പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഏറ്റവും പെട്ടെന്ന് വരുന്നത് ഒന്നുകിൽ UK അല്ലെങ്കിൽ കാനഡ. ഈ 2 പ്രദേശങ്ങളായിരിക്കുമല്ലോ. അവിടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പോകണമോ എന്ന ചോദ്യത്തിന് എനിക്കുള്ള മറുപടി അവിടെ പോകുന്നത് നല്ലതായിരിക്കും എന്ന് തന്നെയാണ്. കാരണം വിദേശ വിദ്യാഭ്യാസത്തിലും വിദേശ യൂണിവേഴ്സിറ്റിയിലും നമ്മൾക്ക് കിട്ടാനുള്ള സൗകര്യങ്ങൾ, അവിടുത്തെ എക്സ്പോഷറുകൾ, മറ്റ് രാജ്യങ്ങളിൽ നിന്നും വരുന്ന കുട്ടികളുമായി നമുക്ക് പരിചയപ്പെടാൻ കഴിയുന്നത്, അവരുടെ സംസ്കാരം, അവരുടെ തൊഴിൽ അവസരങ്ങളൊക്കെ മനസ്സിലാക്കുന്നതിന് ഇത് സഹായമാകും. തന്നെയല്ല, പലപ്പോഴും നമ്മളുടെ കോളേജുകൾ ലഭിക്കുന്നതിനേക്കാൾ വളരെയധികം സൗകര്യങ്ങൾ, ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റിയും യൂണിവേഴ്സിറ്റികളിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വിദേശ വിദ്യാഭ്യാസത്തിന് പോകുന്നത് നല്ലതാണ് എന്ന് ഞാൻ പറയുന്നത്. പക്ഷെ ഇതിനകത്തുള്ള ഒരു വലിയ അപകടം എന്ന് പറയുന്നത്, നമ്മുടെ കുഞ്ഞുങ്ങളിൽ ഏതാണ്ട് 80% പേര് പോകുന്ന വിദേശ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്ന ഫലം ലഭിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. അതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന്, ഈ പ്രദേശങ്ങളിലൊക്കെ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ കോളേജ് പോലെയാണ്. അവിടെ കോളേജ് സംസ്കാരമില്ല. അവിടുത്തെ ഓരോ കോളേജുകളും ഓരോ യൂണിവേഴ്സിറ്റികളാണ്. അപ്പോൾ പ്രഗത്ഭമായ യൂണിവേഴ്സിറ്റികളിലാണ് സൗകര്യം കിട്ടുന്നതെങ്കിൽ അത് വളരെ നല്ലത് തന്നെയാണ്. പക്ഷേ ഇവിടെയാണ് വിദേശ സർവകലാശാലകളിൽ അഡ്മിഷൻ തരപ്പെടുത്തുന്ന ഏജൻസികൾ രംഗത്ത് വരുന്നത്. നമ്മുടെ നാട്ടിലെ ചില എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഇപ്പോഴും ആവശ്യത്തിന് ആളിനെ കിട്ടുന്നില്ലല്ലോ. ഇതേ സംഭവങ്ങൾ വിദേശ രാജ്യങ്ങളിലും നേരിടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ഏജൻസിയെ കയറി ചെയ്യുകയും അവർക്ക് ഭീമമായ ഒരു കമ്മീഷൻ തുക കൊണ്ടുകൊണ്ട് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് കുട്ടികളെ ആകർഷിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ആകർഷണം അറിഞ്ഞോ അറിയാതെയോ ഏറ്റവും കൂടുതൽ വരുന്നത് ഇന്ത്യയിൽ നിന്നാണെന്ന് പറയേണ്ടി വരും. ഈ വിദേശ സർവകലാശാലകൾ തിരഞ്ഞെടുക്കുമ്പോൾ ഏറ്റവും ആദ്യമായി നമ്മുടെ കുഞ്ഞുങ്ങൾ ശ്രദ്ധിക്കേണ്ടത് തിരഞ്ഞെടുക്കപ്പെടുന്ന സർവകലാശാലകൾ ഏതാണ് എന്നുള്ളതാണ്. അതിന്റെ ഉദാഹരണം പറഞ്ഞാൽ, UK 1992 അവരുടെ 35 പോളിടെക്നിക്കുകളെ യൂണിവേഴ്സിറ്റിയായി അപ്ഗ്രേഡ് ചെയ്തു. നമുക്കറിയാമല്ലോ, സാധാരണ കഴിഞ്ഞ ദിവസം എന്നോട് സംസാരിച്ച ഒരാൾ പറഞ്ഞത് കാനഡയിലെ പല യൂണിവേഴ്സിറ്റികളും നമ്മുടെ കേരളത്തിലെ പാരലൽ കോളേജിനേക്കാൾ സൗകര്യങ്ങൾ കുറവാണ് എന്ന് പറഞ്ഞു. ഞാനത് നേരിൽ കാണാത്തതുകൊണ്ട് എത്ര കണ്ട് സത്യമാണ് എന്ന് എനിക്കറിയില്ല. പക്ഷേ അദ്ദേഹം പറഞ്ഞത് സത്യമാണ് എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുകയാണ്. ഇവിടെ ഏജൻസികൾ പ്ലേ ചെയ്യുന്ന ഒരു റോളുണ്ട്. അവർ ചെയ്യുന്നത്, അവർ പറയുന്നത്, നിങ്ങൾ ആദ്യം ഒരു വർഷത്തെ ഫീസ് മാത്രം തന്നാൽ മതി, ബാക്കി അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് പാർട്ട് ടൈം ജോലി ചെയ്യാം എന്ന് പറയാം. ജോലി ചെയ്ത് കാശ് നേടാമെന്ന് പറയും. ഈ ജോലി ചെയ്ത് കാശ് നേടാം എന്ന് പറയുമ്പോൾ തന്നെ ഇതിന്റെ അപകടം മനസ്സിലാക്കണം. കാരണം സ്ഥിരമായി കോളേജിൽ പഠിക്കുന്നതിന് വേണ്ടി പോകുന്ന കുട്ടിക്ക്
അങ്ങനെ ഒരു ജോലി ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് വാസ്തവം. ഇവരൊക്കെ പറയുന്നത് കോളേജിലൊന്നും പോകണ്ട, നിങ്ങൾ അസൈൻമെന്റ് എഴുതി കൊടുത്താൽ മതി എന്നാണ്. അപ്പോൾ ഞാൻ തിരിച്ചു ചോദിക്കുന്നു, നിങ്ങൾ ആലോചിക്കേണ്ടത്, കോളേജിൽ പോകാതിരിക്കുകയും അസൈൻമെന്റ് മാത്രം എഴുതി നിങ്ങളുടെ വിദ്യാഭ്യാസം പൂർത്തീകരിക്കുകയും ചെയ്യുകയാണെങ്കിൽ വിദേശ വിദ്യാഭ്യാസങ്ങൾ കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന എന്തെങ്കിലും പ്രയോജനം ലഭിക്കുമോ? നമ്മൾ വിദേശ വിദ്യാഭ്യാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ യൂണിവേഴ്സിറ്റിയുടെ സൗകര്യങ്ങൾ, അവിടുത്തെ ലൈബ്രറി സൗകര്യങ്ങൾ, അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റികൾ, അവിടുത്തെ മറ്റ് വിദേശ രാജ്യങ്ങളിൽ നിന്ന് വന്ന കുഞ്ഞുങ്ങളോട് ഇടപഴകുമ്പോൾ നമുക്കുണ്ടാകുന്ന വ്യത്യാസം, അവിടുത്തെ ഭക്ഷണ രീതി, ഇതൊക്കെ പഠിക്കുന്നത് കൊണ്ടാണ് വിദ്യാഭ്യാസത്തിൽ നമ്മൾ നേടുന്നത്. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് പുസ്തകങ്ങളിൽ കിട്ടുന്ന നോളജ് ഏതാണ്ട് 20-25% മാത്രമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ബാക്കിയൊക്കെ കിട്ടുന്നത് അവിടെയുള്ള സൗകര്യങ്ങൾ അനുഭവിക്കുമ്പോഴാണ്. അപ്പോ പാർട്ട് ടൈം ജോലി ചെയ്താൽ മാത്രം മതിയെന്നും അസൈൻമെന്റ് മാത്രം കൊടുത്താൽ മതി എന്ന് പറയുമ്പോൾ അപ്പോഴേ നിങ്ങൾ മനസ്സിലാക്കണം, ഇതൊരു ചതിക്കുഴിയാണ്. പാർട്ട് ടൈം ജോലി ചെയ്യുന്നതിനെ പറ്റി അല്പം കൂടി പറഞ്ഞാൽ, ഏതാണ്ട് നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്നും ഏതാണ്ട് 1-1.5 മണിക്കൂർ യാത്ര ചെയ്യുമ്പോഴായിരിക്കും നമ്മൾക്ക് പാർട്ട് ടൈം ജോലിക്കുള്ള സൗകര്യങ്ങൾ ലഭിക്കുന്നത്. അത് എന്തുമായിക്കോട്ടെ. അങ്ങനെ വരുമ്പോൾ യാത്രയ്ക്ക് തന്നെ നിങ്ങൾക്ക് 3 മണിക്കൂർ എടുക്കേണ്ടി വരും. 20 മണിക്കൂറാണ് നിങ്ങൾക്ക് ജോലി ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ 5 ദിവസം ജോലി ചെയ്താൽ ഒരു ദിവസം 4 മണിക്കൂർ വീതം നമുക്ക് ചെയ്യാം. ചുരുക്കത്തിൽ ഒരു ദിവസത്തെ 6-7 മണിക്കൂർ ഈ ജോലിക്ക് വേണ്ടി നിങ്ങൾ മാറ്റിവെക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്ക് കോളേജിൽ പോയി പഠിക്കുവാനുള്ള സമയം എവിടെയാണ്? അപ്പോഴാണ് ഇവർ പറയുന്നത് അസൈൻമെന്റ് മാത്രം കൊടുത്താൽ മതി. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് അസൈൻമെന്റ് എഴുതി കൊടുക്കാൻ പോലും ചില ഏജൻസികൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. രണ്ടാമത്തത്, ഞാൻ ആദ്യമേ പറഞ്ഞ യൂണിവേഴ്സിറ്റി ഏതാണെന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ചില യൂണിവേഴ്സിറ്റികൾ പേരുകൊണ്ട് തന്നെ വളരെ പേര് ലഭിച്ച യൂണിവേഴ്സിറ്റികളുടെ പേരുമായി കമ്പയർ ചെയ്യപ്പെടുന്നുണ്ട്. യൂണിവേഴ്സിറ്റി തിരഞ്ഞെടുക്കുന്ന ഏറ്റവും വലിയ കടമ്പയാണ്. എനിക്ക് നേരിട്ടറിയാവുന്ന UK-യിലെ പ്രഗത്ഭമായ ഒരു യൂണിവേഴ്സിറ്റിയാണ് ബർമിംഗ്ഹാം യൂണിവേഴ്സിറ്റി, യൂണിവേഴ്സിറ്റി ഓഫ് ബർമിംഗ്ഹാം എന്ന് പറയുന്നു. പക്ഷേ ബർമിംഗ്ഹാം സിറ്റി യൂണിവേഴ്സിറ്റി എന്ന പേരിൽ വേറൊരു യൂണിവേഴ്സിറ്റിയും UK-യിൽ ഉണ്ട് എന്ന് നിങ്ങൾക്കറിയാമോ? സാധാരണ ഏജൻസി നിങ്ങളോട് നിങ്ങൾക്ക് അഡ്മിഷൻ തരപ്പെടുത്തിയിരിക്കുന്നത് ബർമിംഗ്ഹാം യൂണിവേഴ്സിറ്റിയിലാണെന്ന് പറയുമ്പോൾ നമ്മളും വളരെയധികം കേട്ടതും വർഷങ്ങൾ പഴക്കമുള്ളതും വളരെ പ്രഗത്ഭമായ പ്രശസ്തമായ യൂണിവേഴ്സിറ്റിയാണ്. പക്ഷെ പലപ്പോഴും നമ്മളുടെ കുട്ടികൾക്ക് ലഭിക്കുന്നത് ബർമിംഗ്ഹാം സിറ്റി യൂണിവേഴ്സിറ്റിയാണ്. ഇത് തമ്മിൽ ഒരു ബന്ധവുമില്ല എന്നുള്ളതാണ് വസ്തുത. അപ്പോ യൂണിവേഴ്സിറ്റി തിരഞ്ഞെടുക്കുന്ന കാര്യങ്ങളിൽ വളരെ ശ്രദ്ധയോടുകൂടി നിങ്ങൾ ചെയ്യുക. രണ്ടാമത്തെ കാര്യം, പാർട്ട് ടൈം ജോലി ഈ യൂണിവേഴ്സിറ്റികൾ പ്രൊമോട്ട് ചെയ്യുന്നതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം നിങ്ങൾ പഠിക്കുന്ന മേഖലകളിൽ കൂടെ കൂടുതൽ നോളജ് നിങ്ങൾ ലഭിക്കുമെന്നുള്ളതാണ്. അപ്പോ നിങ്ങൾ എടുക്കുന്ന കോഴ്സിനോട് അനുബന്ധമായ ജോലിയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നതെങ്കിൽ നിങ്ങളുടെ പഠനത്തെ സഹായിക്കും. പക്ഷേ നമ്മുടെ നാട്ടിൽ നിന്ന് പോകുന്ന അനവധി കുട്ടികൾക്കും ഇങ്ങനെ അവർ പഠിക്കുന്ന മേഖലകളിൽ ഒരു ജോലി കിട്ടുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. പലപ്പോഴും അതിഭീമമായ ഒരു സാമ്പത്തികം, ഏതാണ്ട് 30 ലക്ഷം 40 ലക്ഷം രൂപ സാമ്പത്തികം മുടക്കിയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ ആദ്യം UK-യിലേക്കോ കാനഡയിലേക്കോ ഒക്കെ പോകുന്നത്. അടുത്ത വർഷത്തേക്ക് ഫീസ് മാതാപിതാക്കളോട് ചോദിക്കുവാൻ സാധിക്കില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾ പാർട്ട് ടൈം ജോലിയിലേക്ക് പോകുന്നു. സാധാരണ നിലയിൽ അവർ ഏറ്റെടുക്കുന്ന പാർട്ട് ടൈം ജോലി എന്ന് പറയുന്നത് അവരുടെ വിദ്യാഭ്യാസവുമായി ഒരു ബന്ധവുമില്ലാത്തതാണ് എന്ന് പറയേണ്ടി വരുന്നു. അവർ ഏൽക്കുന്നത് ഒന്നുകിൽ അവർ ഡെലിവറി ബോയ് ആയിട്ട് ജോയിൻ ചെയ്യും, അല്ലെങ്കിൽ കെയർ ടേക്കറുടെ ജോലികൾ ചെയ്യും, അല്ലെങ്കിൽ വെയർ ഹൗസ് അസിസ്റ്റന്റ് ആയിട്ട് ജോലി ചെയ്യും. ഇതൊക്കെ സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ ഡെലിവറി ബോയ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ സാധനം കൊണ്ടുവരുന്ന ആളെന്ന് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ഹോട്ടലിലെ ബിയർ. ഈ ജോലികളൊന്നും മോശമാണ് എന്ന അവസ്ഥയിലല്ല ഞാൻ സംസാരിക്കുന്നത്. ഇതൊക്കെ വളരെ നല്ലതാണ്, ചെയ്യേണ്ടതുമാണ്. പക്ഷേ നിങ്ങളുടെ വിദ്യാഭ്യാസമാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ ഈ ജോലികൾ നിങ്ങളുടെ വിദ്യാഭ്യാസത്തിന് ഒട്ടും മുതൽക്കൂട്ടാക്കുകയില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. രണ്ടാമത്തത്, ഇവിടെ നിന്ന് എൻട്രൻസ് എക്സാമിനേഷനും എഴുതി 4 വർഷത്തെ ബിടെക് കോഴ്സ് കഴിഞ്ഞ് അതിനുശേഷം ഒരുപക്ഷെ MBA-യും കഴിഞ്ഞതിന് ശേഷം വിദേശ രാജ്യങ്ങളിൽ പോയി ഈ ജോലി ചെയ്യേണ്ടതുണ്ടോ എന്ന് നിങ്ങൾ ആലോചിക്കുന്നത് നല്ലതായിരിക്കും. കാരണം അൺഎംപ്ലോയ്മെന്റിനേക്കാൾ വളരെ കഷ്ടപ്പെട്ട ഒരു പരിപാടിയാണ് അണ്ടർ എംപ്ലോയ്മെന്റ്. അണ്ടർ എംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ വിദ്യാഭ്യാസത്തിന് അനുയോജ്യമല്ലാത്ത വളരെ താഴ്ന്ന നിലവാരത്തിലുള്ള ജോലി നിങ്ങൾ ചെയ്യേണ്ടി വരുന്ന സാഹചര്യമാണ് അണ്ടർ എംപ്ലോയ്മെന്റ്. ഏത്
എല്ലാ എംപ്ലോയ്മെന്റിനും അതിൻ്റെതായ ഗ്രേസ് ഉണ്ട് എന്ന സമ്മതത്തോടു കൂടി ഞാൻ പറയട്ടെ, പലപ്പോഴും വളരെ ഉയർന്ന വിദ്യാഭ്യാസ നിലവാരമുള്ള നമ്മുടെ കുഞ്ഞുങ്ങൾ മറ്റു രാജ്യങ്ങളിൽ പോയി ചെയ്യുന്ന ജോലികൾ പാർട്ട് ടൈം എന്ന പേരിലാണ് പറയുന്നതെങ്കിലും അവസാനം അവരുടെ വിദ്യാഭ്യാസത്തെ മുഴുവനും മറന്ന് പുതിയ ജോലിയിലേക്ക് മാത്രമായി ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ഒരു ഗതികളോ വരുന്നു എന്നുള്ളത് മനസ്സിലാക്കേണ്ടിയിരിക്കും. മൂന്നാമത്തെ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നതിനുള്ള നമ്മുടെ ആകർഷണീയത അവിടെ ലഭിക്കും എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ശമ്പളമാണ്. വളരെ നല്ലതാണ്, ശമ്പളം വളരെ നല്ലത് ലഭിക്കും എന്ന് തന്നെ ഞാൻ ആർഗ്യുമെന്റ് ചെയ്തോട്ടെ. ഒന്നാമത്തത്, ജോലിക്ക് വേണ്ടിയാണ് നിങ്ങൾ പോകുന്നതും ജോലി ലഭിച്ചിട്ടാണ് നിങ്ങൾ പോകുന്നതെങ്കിലും വളരെ നല്ലതാണ്. സാധാരണയായി നമ്മുടെ കുഞ്ഞുങ്ങൾ വിദേശ രാജ്യങ്ങളിൽ പോകുന്നത് ഒന്നാമത്തത് അവർക്ക് ജോലി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. അങ്ങനെയെങ്കിൽ അത് പോകുന്നത് വളരെ നല്ലതാണ്. രണ്ടാമത്, പഠിത്തത്തിന് വേണ്ടി പോവുകയാണ്, വിദ്യാഭ്യാസത്തിന് വേണ്ടി പോവുകയാണെങ്കിൽ നല്ല യൂണിവേഴ്സിറ്റികളാണ് പോകുന്നതെങ്കിൽ വളരെ നല്ലതാണ്. മൂന്നാമത്തത്, പഠനത്തോടൊപ്പം ജോലി ചെയ്ത് കാശുണ്ടാക്കാമെന്ന ചിന്തയാണ്. ഇവിടെ സാമ്പത്തിക നേട്ടത്തിനെ പറ്റി അല്പം പറയാൻ ആഗ്രഹിക്കുകയാണ്. സാമ്പത്തികമായി നാം ആലോചിച്ചാൽ സാധാരണ നിലയിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ വിദേശ രാജ്യങ്ങളിൽ പോകുമ്പോൾ UK തന്നെ എടുത്താൽ അവർക്ക് കിട്ടുന്ന ഉദ്ദേശം ഒരു 2000 പൗണ്ടാണെന്നിരിക്കട്ടെ. ഒന്ന് നമ്മൾ വിചാരിക്കേണ്ടത്, നമ്മളൊക്കെ ചിന്തിക്കുന്നത് ഈ 2000 പൗണ്ട് എന്ന് പറയുമ്പോൾ നമ്മളൊരു സാധാരണ ഇന്ത്യക്കാരൻ പെട്ടെന്ന് ഇന്ത്യൻ മണിയിലേക്ക് കൺവേർട്ട് ചെയ്യും. അപ്പോൾ ഏതാണ്ട് ഇതൊരു 2 ലക്ഷം രൂപയാവും. കേൾക്കുന്ന ആളിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ശമ്പളം 2 ലക്ഷം രൂപയാണ്. ഓർക്കുക, നിങ്ങൾക്ക് ലഭിക്കുന്നത് UK-യിലാണ്, അത് 2000 പൗണ്ടാണ്. കുറച്ചുകൂടി വിശദമായി പറഞ്ഞാൽ ഏതാണ്ട് ഇതിന്റെ ഒരു 30-40% രൂപ നിങ്ങൾക്ക് വീടിന്റെ വാടകയ്ക്ക് കൊടുക്കേണ്ടി വരും. ചുരുക്കത്തില് അതിനുശേഷം നിങ്ങൾക്ക് ഒരു 25% തുക ടാക്സിന് കൊടുക്കേണ്ടി വരും. ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ച് എല്ലാവർക്കും ടാക്സ് കൊടുക്കണമല്ലോ. അപ്പോ കിട്ടുന്ന ശമ്പളത്തിന്റെ 60%-ലധികം ടാക്സിനും വീട്ടുവാടകയ്ക്ക് വേണ്ടി നിങ്ങൾ കൊടുക്കുന്നു. വീട്ടുവാടകയുടെ ആകെയുള്ള പ്രയോജനം ഞാൻ മനസ്സിലാക്കുന്നത്, നാട്ടിൽ വരുമ്പോൾ ഞാൻ താമസിക്കുന്ന വീടിന്റെ വാടക ഏതാണ്ട് 1 ലക്ഷം രൂപയാണ് എന്ന് പറയാം എന്നതിൽ കവിഞ്ഞ് ഒരു വ്യത്യാസവുമില്ല. അപ്പൊ നാട്ടുകാർ വിശ്വസിക്കുന്ന ഒരു ചിന്തയുണ്ട്, 1 ലക്ഷം രൂപയുടെ വീട്ടിലാണല്ലോ മകൻ താമസിക്കുന്നത്, യഥാർത്ഥത്തിൽ ഒരു റൂം അക്കോമഡേഷൻ ആയിരിക്കും ഈ തുക കിട്ടുന്നത്. വീണ്ടും നിങ്ങൾക്ക് യാത്രയ്ക്ക് ചിലവുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ മിച്ചം ലഭിക്കുവാൻ ഭക്ഷണത്തിനൂടെ ശേഷം ഒന്നുമില്ല എന്നുള്ളതാണ് വാസ്തവം. ഒരുപക്ഷെ 2 പേർക്ക് ജോലി ഉണ്ടാവുകയും അവർ ജീവിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ കുറെ ശമ്പളം നിങ്ങൾക്ക് മിച്ചമെടുക്കാം എന്നുള്ളതിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല. അപ്പോൾ അവിടെ കിട്ടുന്ന സാമ്പത്തികത്തിനെ പറ്റി നമ്മൾ എപ്പോഴും ഓർക്കേണ്ടത്, അവിടെ കിട്ടുന്നത് അവിടുത്തെ രൂപയിലാണെന്നും അത് ഇന്ത്യയിൽ വന്നെങ്കിൽ മാത്രമേ ഇത്രയും വിലയുള്ളൂ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. സത്യത്തിൽ ഇന്ത്യയിൽ വരാൻ സാധ്യത വളരെ കുറവാണ്. ഇവിടെയാണ് ഗൾഫ് രാജ്യങ്ങളുടെ നമ്മുടെ സംസ്ഥാനത്തേക്കുള്ള സംഭാവനകളും UK, കാനഡ എന്നുള്ള സംഭാവനകളും നമ്മൾ കമ്പയർ ചെയ്യേണ്ടത്. ഗൾഫ് രാജ്യങ്ങൾ ഏതാണ്ട് നേടുന്നവരിൽ 75-80% സാലറി നമ്മുടെ രാജ്യത്തേക്ക് തിരിച്ചു വരികയാണ്. കാരണം നമ്മൾ വീട്ടിലേക്ക് അയച്ചു കൊടുക്കുകയാണ്. നിർഭാഗ്യവശാൽ UK-യിൽ പോകുന്ന കുഞ്ഞുങ്ങളിൽ നിന്നും ഇങ്ങനൊരു സാമ്പത്തികം വരാൻ സാധ്യതയില്ല. പ്രത്യേകിച്ച് അത് 60%-ലധികം അവിടെ തന്നെ ഒരു റിട്ടേണും ഇല്ലാതെ ഇൻകം ടാക്സിനും വീട്ടുവാടക ഇനത്തിലും നിങ്ങൾ ചെലവാക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിലേക്ക് പോകേണ്ടവർ ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങൾ അക്കമിട്ട് പറഞ്ഞാൽ, ഒന്ന്, നിങ്ങൾ ജോലിക്ക് വേണ്ടിയാണ് പോകുന്നതെന്നും അങ്ങനെ ഒരു സൗകര്യം ലഭിച്ചിട്ടുണ്ടെങ്കിൽ പോകുന്നത് നല്ലത് തന്നെയാണ്. രണ്ടാമത്തത്, പഠനത്തിന് വേണ്ടി നിങ്ങൾ പ്രഗത്ഭമായ ഒരു യൂണിവേഴ്സിറ്റിയിൽ സ്കോളർഷിപ്പോട് പോകുന്നതാണെങ്കിൽ അത് വളരെ നല്ലതാണ്. മൂന്നാമത്തത്, ആരോ പറഞ്ഞൊരു യൂണിവേഴ്സിറ്റി അതിന്റെ മെറിറ്റുകൾ ഒന്നും അറിയാതെ ക്ലാസ്സിൽ പോകണ്ട എന്നും അസൈൻമെന്റ് മാത്രം കൊടുത്താൽ മതി എന്ന വാഗ്ദാനത്തിന്റെ പുറകിലാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് വലിയ മടയത്തരം ആണ് എന്ന് പറയേണ്ടി വരും. അതിശക്തമായ സാമ്പത്തിക ബാധ്യത നിങ്ങൾക്കുണ്ടാകുന്നു. കാരണം വിദ്യാഭ്യാസത്തിന് ശേഷം 2 വർഷം കൂടെ മാത്രമേ നിങ്ങൾക്ക് നിൽക്കാൻ പറ്റുകയുള്ളൂ. ജോലി ചെയ്യുന്ന പല കുട്ടികൾക്കും വിജയകരമായി കോഴ്സ് പൂർത്തീകരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതുമാണ് സത്യം. ഇതിനകത്ത് നമ്മൾ മറന്നു പോകാതിരിക്കേണ്ട വേറൊരു ഫാക്ടറുണ്ട്. എന്താണെന്നറിയാമോ?
നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല ഈ വിദേശ വിദ്യാഭ്യാസത്തിനോ വിദേശത്തിലോ പോകണമെന്ന് ആഗ്രഹം. പല മാതാപിതാക്കളും അതിനപ്പുറത്ത് അവരുടെ ബന്ധുക്കളും ചുരുക്കം ചില അയൽപക്കക്കാരുടെയും ചിന്ത, എന്തുകൊണ്ട് നീ നാട്ടിൽ നിൽക്കുന്നു, നിനക്ക് UK-യിലെങ്കിലും പോയി ജോലി ചെയ്തുകൂടെ? ഈ പ്രഷർ വളരെയധികം വന്നു കഴിയുമ്പോൾ എങ്ങനെയെങ്കിലും ഇത് നാട്ടിൽ നിന്ന് പോകണം എന്ന ചിന്തയും കുട്ടികൾക്ക് വരാറുണ്ട്. മാത്രമല്ല, സാധാരണ കുട്ടികൾ 1-2 വർഷം ജോലിയില്ലാതെ, സത്യത്തിൽ അവർ എന്തെങ്കിലും പഠിക്കുന്നുണ്ടാവാം, ഒന്നുകിൽ അവർ PhD ചെയ്യുന്നുണ്ടാവാം, അല്ലെങ്കിൽ നെറ്റിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവാം, അല്ലെങ്കിൽ ഗേറ്റ് എക്സാമിനേഷൻ ശ്രമിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ സർക്കാർ ജോലികൾക്ക് വേണ്ടി ശ്രമിക്കുന്നുണ്ടാകാം. ഈ ശ്രമത്തിന് അവരെടുക്കേണ്ട കാലാവധി ഏതാണ്ട് കുറഞ്ഞത് 1-2 വർഷമാണ്. സത്യത്തിൽ നമ്മുടെ ഒരു കാലഘട്ടത്തിൽ 1-2 വർഷം ഒരു ചെറുപ്പക്കാരനോ ഒരു ചെറുപ്പക്കാരി 20 വയസ്സിന് മുകളിലുള്ള ഒരു കുട്ടി ഒരു ജോലിയും ഇല്ലാതെ നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന ഒരു തോന്നലുണ്ടായാൽ മാതാപിതാക്കളെക്കാൾ കൂടുതൽ ബുദ്ധിമുട്ട് കാണുന്നവർക്കും അയൽപക്കക്കാർക്കും സുഹൃത്തുക്കളുമാവും. നിരന്തരമായി അവരോട് ചോദിച്ചുകൊണ്ടേയിരിക്കും, നിനക്കൊന്നും ആയില്ലേ, നീ എന്താ ഇങ്ങനെ? ഇത് കുഞ്ഞുങ്ങളിൽ വലിയൊരു നെഗറ്റീവ് ഫോഴ്സ് ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് മാതാപിതാക്കളോടും സുഹൃത്തുക്കളോടും പറയുവാനുള്ളത്, ജീവിതം കരുപ്പിടിക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും തയ്യാറാകുന്ന കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവരെ അവരുടെ വഴിക്ക് വിടുക. ഒരുപക്ഷെ നിങ്ങളുടെ വീട്ടിൽ ജോലി നേടിയാൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ അതൊരു വേറൊരു ചർച്ചയാണ്. പക്ഷെ അല്ല എങ്കിൽ 1-2 വർഷം സത്യസന്ധമായി പ്രിപ്പയർ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുമെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ ഇവിടെ തന്നെ ഉന്നത വിദ്യാഭ്യാസത്തിനോ പ്രിപ്പറേഷനോ തയ്യാറെടുപ്പിനോ വേണ്ടി വിടുക. വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, വിദേശ വിദ്യാഭ്യാസത്തിന് പോകുന്ന കുഞ്ഞുങ്ങൾ യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസം ലഭിക്കുമെങ്കിൽ അവിടേക്ക് പോകട്ടെ. കാരണം ഇവരെ മുഴുവൻ ഉൾക്കൊള്ളുവാനുള്ള കപ്പാസിറ്റി നമ്മളുടെ രാജ്യത്തിന് ഉണ്ടാവില്ല. നേരെ മറിച്ച് വിദ്യാഭ്യാസത്തിന്റെ മറ പറഞ്ഞ് ഒരു ജോലിക്ക് വേണ്ടി പോവുകയാണെങ്കിൽ നിങ്ങൾ ഓർത്തിരിക്കുക, നിങ്ങളെ അവിടെ കാത്തിരിക്കുന്ന ജോലി നിങ്ങളുടെ വിദ്യാഭ്യാസത്തിന് അനുയോജ്യമാവില്ല. അതറിയാതെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിഷമം കൂടുതൽ തോന്നും. പക്ഷെ അറിഞ്ഞുകൊണ്ട് നിങ്ങൾ പോവുകയാണെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ ജീവിതത്തിൽ വിജയിക്കും. വിജയ ആശംസകളോടുകൂടി അടുത്ത ആഴ്ച വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുന്നതായിരിക്കും. ചാനൽ ഇഷ്ടപ്പെട്ടവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആയതുകൊണ്ട് നിങ്ങളുടെ സുഹൃത്തുക്കളിൽ എത്തിക്കുക. നിങ്ങളും പൂർണ്ണമായി കേട്ടു എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.